Hi dears, Itzmeamaluz. Welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ഈ മുട്ടയുടെ ട്രേ കൊണ്ട് ഒരു സംഭവം ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഒരു മുട്ടയുടെ ട്രേ എടുത്തിട്ട് ഇതേപോലെ കൈകൊണ്ട് ആദ്യമേ ഒന്ന് ഈ ഒരു നമ്മുടെ ഈ ഒരു കൂൻ പോലെ ഇരിക്കില്ലേ, അതൊന്ന് ഇതുപോലെ ഒന്ന് പിച്ചിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന് ശേഷം ഇത് നമുക്ക് കത്രിക കൊണ്ടൊന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇത് പേപ്പർ പോലെ ഇരിക്കുന്നതുകൊണ്ട് എളുപ്പമാണ് പിച്ചെടുക്കാൻ. പിന്നെ കത്രിക കൊണ്ട് കണ്ടിക്കേണ്ട, പിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ എളുപ്പം. അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 3-4 ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നമ്മളുടെ ഇതളുകൾ പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതുകൊണ്ട് പൂവാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ വേസ്റ്റായിട്ട് പോണ ഈ സാധനം കൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെറും വേസ്റ്റ് സാധനമല്ല, നല്ല കിടുക്കനൊരു ഐറ്റം തന്നെയാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്ലവർ തന്നെയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പല തരത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ക്രാഫ്റ്റ് ഇതുകൊണ്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റാണിത്, നമ്മുടെ ഈ മുട്ടയുടെ ട്രേ കൊണ്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമേ ഇതുപോലെ നമ്മൾ ഒരു ഇതള് പോലെ, പൂക്കളുടെ ഇതള് പോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പൂവിൻ്റെ ഒരു കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിൽ നിന്ന് ബേസായിട്ട് ഞാനൊന്ന് വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്ന കളർ നന്നായിട്ടൊന്ന് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ കളറൊന്ന് ഡിം ആവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. പിന്നെ നമുക്ക് ഈ മുട്ടയുടെ ട്രേ കളറിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ, കളറിലൊക്കെ അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വൈറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് റെഡ് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ റെഡ് കളർ നന്നായിട്ട് കിട്ടും കേട്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ഫാമിലി. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഇതളുകൾ ഇതേപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉള്ളിൽ മാത്രമേ ഇതുപോലെ കളർ ചെയ്തെടുത്തുള്ളായിരുന്നു. ഇനി നമുക്കിത് മേളിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കൊരു നല്ല ഭംഗിയുള്ളൊരു പൂവായിട്ട്, അല്ലെങ്കിൽ ഒരു റോസൊക്കെ പോലെ ഫീൽ ചെയ്യും കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഇതേപോലെ ഇതളുകൾ ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പോർഷൻ ഉള്ളിലേക്ക് നടുക്കത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതൊന്നായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് 3 ഇതളുകൾ മതി, അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ആ 2 എണ്ണം ഇതിനുള്ളിലേക്ക് ഒന്നുകൂടി ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരെണ്ണമായിട്ട് ഒന്നുകൂടി അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു റോസ് ഫ്ലവർ പോലെ കിട്ടും കേട്ടോ. കണ്ടപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, നമ്മൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ പേപ്പർ കൊണ്ട് നമ്മൾ നല്ല വലുപ്പത്തിൽ 3 ലീഫ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം താഴേന്ന് കുറച്ച് സൈസിൽ മുകളിലേക്ക് ചുരുക്കി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു ലീഫ് പോലെ നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ലീഫ് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് എടുക്കണം. അപ്പം ഈ ഒരു ഭാഗം എനിക്ക് കുറച്ച് മിസ്സായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ലീഫ് ഒന്ന് ചെയ്തെടുക്കണം. ഉണ്ടോ? അപ്പോൾ ഇതേപോലെയാണ് വരുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഒട്ടിക്കാനൊരു തണ്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റായിട്ടൊരു ഗ്രീൻ പേപ്പർ കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം അത് നമ്മൾക്ക് ഈ ലീഫിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ ഗ്ലൂ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കമ്പ് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റെമ്മിൽ അത് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലീഫ് കുറച്ച് സ്ട്രെങ്തനായിട്ട് നിൽക്കും, നല്ല ഭംഗിയായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ലീഫ് 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ കുഞ്ഞു കുറച്ച് ലീഫുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ കുഞ്ഞായിട്ട് കുറച്ച് ലീഫും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫെല്ലാം ഒന്ന് സ്റ്റെമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പച്ച കളറിൽ തന്നെ കുറച്ച് സ്റ്റെമ്മ് നമ്മൾ ചുരുട്ടി ഇതേപോലെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പം ഇത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. നമ്മുടെ ലീഫ് ഒന്ന് കുറച്ച് ഒന്ന് വളഞ്ഞ് നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്, കുറച്ച് പേപ്പർ ചുരുട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. ഈ പേപ്പർ കപ്പിനകത്തേക്കാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ആദ്യം ചുരുട്ടിയെടുത്ത ഈ പേപ്പറല്ലേ, ഇത് നമുക്ക് ഈ പേപ്പർ കപ്പിനകത്തേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പച്ച പേപ്പർ കൊണ്ട് ഫില്ല് ചെയ്തൊന്നുമില്ല കേട്ടോ, കുറച്ച് വൈറ്റ് പേപ്പർ കൊണ്ട് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തത്. ഈ ഒരു പച്ച കളർ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കുറച്ചേ വെച്ചുള്ളൂ. ബാക്കി ഫുള്ള് ഞാനിതുപോലെ വൈറ്റ് കളർ കൊണ്ടാണ് ഫില്ല് ചെയ്തത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഈ സ്റ്റെമ്മുകൾ, നമ്മുടെ പൂക്കൾ ഈ സ്റ്റെമ്മിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പൂക്കൾ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലീഫും പൂക്കളും എല്ലാം നമ്മൾ സ്റ്റെമ്മിലേക്ക് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അതേപ്പം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ ഇതിനകത്ത് നമ്മുടെ കപ്പിനകത്ത് വെച്ച് കൊടുത്തിരുന്ന അതിൻ്റെ ആ ഒരു ഹോളിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് പൂ ഒരുപാട് ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വാല്യുബിളായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേട്ടൻ എനിക്ക് അയച്ചു തന്നൊരു ഫോട്ടോ ആയിരുന്നു ഇത്. ഇതേപോലെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ചേട്ടന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.